പല ഇന്ത്യൻ താരങ്ങളുടെയും കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ 19 ക്രിക്കറ്റിലൂടെ വളർന്നു വന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും സഞ്ജു ആണെങ്കിലും പല താരങ്ങൾ നമ്മളങ്ങനെ ഒരുപാട് താരങ്ങൾ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിലൊരു അണ്ടർ 19 ലോകകപ്പ് അടുത്ത് നിൽക്കുകയാണ്. ജനുവരി 15-നാണ് ലോകകപ്പ് ആരംഭിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് നമുക്ക് മുൻകാലത്തെ പോലെയല്ല, ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് മുൻകാലത്തെ പോലെയല്ല, ഒരുപാട് താരങ്ങളെ നമുക്ക് പരിചയമുള്ള പോലത്തെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് മത്സരങ്ങൾ റീസെൻ്റ് ആയിട്ട് വരികയും ആ മത്സരങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തോട് കൂടിയിട്ട് വൈഭവ് സൂര്യവംശി, ആയുഷ് മാത്രേ, ഇവർ രണ്ടുപേരും IPL-ലാണ് നമ്മൾ പേര് കേട്ടതെങ്കിൽ പിന്നെ വിഹാൻ മൽഹോത്ര, ആരോൺ ജോർജ്, അഭിഗ്യാൻ കുണ്ടു, ഇങ്ങനെ ഒരുപാട് പേരുകൾ, കിലാൻ പട്ടേൽ, ദീപേഷ് ദേവേന്ദ്രൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ട് സ്ഥിരമായിട്ട് മത്സരങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കേട്ട ആ ഒരു പരിചയം വലിയ രീതിയിലുണ്ട്. ഈ ഒരു ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു താരം തന്നെയാണ്. വൈഭവ് സൂര്യവംശി അണ്ടർ 19 ക്രിക്കറ്റൊക്കെ കടന്ന് സീനിയർ ക്രിക്കറ്റിൻ്റെ ഒരു ലെവലിലേക്ക് വളർന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. IPL-ൽ നേടിയ സെഞ്ചുറിയും സീനിയർ താരങ്ങളെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ഒരു ദയയില്ലാതെ അടിക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വൈഭവ് തന്നെ ആയിരിക്കില്ലേ ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഹൈലൈറ്റ് പെർഫോമർ? ഇത്തവണത്തെ അണ്ടർ 19 വേൾഡ് കപ്പ് സേഫ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വേൾഡ് കപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വളരെ കരുത്തുറ്റൊരു താരനിര ഇന്ത്യക്കൊപ്പം ഉണ്ട്. കൂടുതലായിട്ടും കളിച്ച്, അതായത് IPL, ആഭ്യന്തര ക്രിക്കറ്റിൽ വിജയഹസാര അടക്കം കളിച്ച നിരവധി താരങ്ങൾ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയും ടീമിനുണ്ട്. ഇപ്പോൾ വൈഭവിലേക്ക് വരുമ്പോൾ വൈഭവ് തന്നെയാണ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വൈഭവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്ലാനും പോകുന്നത്. വൈഭവിനെ നമ്മൾ നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ തന്നെ രാജസാരോസനായിട്ട് വരുന്നു, കളിക്കുന്നു, ഒരു കിടിലൻ സെഞ്ചുറി നേടുന്നു. അത് ലോകോത്തര ബോളർമാരെയൊക്കെ അടിച്ചു പറത്തിയിട്ടാണ് ഇത്ര ഒരു പ്രകടനം. അത് 14 വയസ്സുള്ള ആലോചിക്കണം. അതിനുശേഷം വരുമ്പോഴത്തേക്കും അണ്ടർ 19 ടീമിനൊപ്പം തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ, ഓസ്ട്രേലിയൻ പര്യടനത്തിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും അവസാനമായിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ക്യാപ്റ്റനായിട്ട് തന്നെ സമ്മർദ്ദത്തെ അതിജീവിച്ച് മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നു, ടീമിനെ ജയിപ്പിക്കുന്നു. വലിയ പ്രതീക്ഷയായിട്ട് ഈ ചെറിയ പ്രായത്തിലുള്ള വൈഭവ് മാറുന്നുണ്ട്. പക്ഷേ ഈ ഏകദിന ലോകകപ്പിലേക്ക് വരുമ്പോൾ വൈഭവിൻ്റെ പ്രകടനം എങ്ങനെയാവുന്നൊരു ആശങ്ക അതിനകത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ T20 ഫോർമാറ്റിൽ വൈഭവിൻ്റെ പ്രകടനം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. കാരണം ഈ പവർ പ്ലേക്കുള്ളിൽ ടീമിന് മികച്ചൊരു സ്കോർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പണി നല്ല വൃത്തിയായിട്ട് വൈഭവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പം ഒരു ശൈലി വ്യത്യസ്തമാണ്. അതൊരു കൃത്യമായ മത്സരത്തിൻ്റെ സാഹചര്യവും പിച്ചിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ഒരു ടാക്ടിക്സ് പ്രകാരം പോകേണ്ട ഒരു കളിയാണ് ഏകദിനം. T20 പോലെ കടന്നാക്രമണം മാത്രമല്ല. പക്ഷേ വൈഭവ് പിന്തുടരുന്നത് ആ ഒരു ശൈലിയല്ല. തൻ്റേതായ ദിവസം വലിയ സ്കോർ നേടാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുമ്പോഴേ ഈ അല്ലാത്ത മത്സരങ്ങളിൽ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോകുന്നൊരു കാണുന്നുണ്ട്. ഏകദിന ഫോർമാറ്റിലാണ് കൂടുതലായിട്ട് ഇതിപ്പം കാണുന്നത്, റീസെൻ്റ്ലി കാണുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അണ്ടർ 19 ഏഷ്യ കപ്പ് നോക്കുക, വൈഭവിൻ്റെ പ്രകടനങ്ങൾ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ വൈഭവ് മത്സരത്തിൻ്റെ സിറ്റുവേഷൻ നോക്കാതെ അടിച്ചു തകർത്ത് വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അദ്ദേഹം 9 റൺസ് എങ്ങാണ്ടാണ് ആകെ നേടിയത്. പാകിസ്ഥാനെതിരെയും 23 റൺസോ 26 റൺസോ അത്ര കണ്ടാണ് വൈഭവിനാകെ നേടാനായത്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പം വൈഭവ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇത്തരത്തെ ഏകദിനത്തിൽ ഈ വേൾഡ് കപ്പിൽ വൈഭവ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഇന്ത്യ അത് കാര്യമായിട്ട് ബാധിക്കും. ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വൈഭവിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരൊറ്റ ഗിയറേ ഉള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്നിങ്സ് മുന്നോട്ട് പോകുമ്പോൾ അതിന് മത്സരത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ബാറ്റർമാർക്കുണ്ട്. പക്ഷെ വൈഭവിനെ സംബന്ധിച്ച് അടിക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമാണ്. പക്ഷെ മറുവശത്ത് അപ്പോ നമുക്ക് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചൊരു നിർണായകമായിട്ടുള്ള ഒരു റോള് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ആയുഷ് മാത്രേ. പക്ഷെ റീസെന്റ് ആയിട്ട് ആയുഷ് മാത്രയുടെ പെർഫോമൻസ് താഴേക്ക് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥിരത ഇല്ലാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് ആയുഷ് മാത്രയിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഈ ആയുഷ് മാത്ര വൈഭവിനെ പോലെ തന്നെ ഇന്ത്യ പരിഗണിക്കപ്പെടുന്ന ഒരു താരമാണ്. കാരണം ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് ആയുഷ് മാത്ര. കാരണം ഈ ക്യാപ്റ്റൻ്റെ സമ്മർദ്ദത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റുമെന്ന് ടീം മാനേജ്മെൻറ്റും ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്ന താരമാണ് മാത്രേ. പക്ഷേ മാത്രയുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം കഴിഞ്ഞ 10 ഇന്നിങ്സിൽ നോക്കുമ്പം ഒരു അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി മിക്ക മത്സരങ്ങളിലും അദ്ദേഹം ഫ്ലോപ്പാണ്. വലിയ സ്കോറിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. കാരണം വൈഭവും ആയുഷ് മാത്രയും ചേർന്ന ഓപ്പണിംഗ് ഇറങ്ങാമെന്ന് ഉറപ്പാണ്.
ഇപ്പോൾ മാത്രമേ കുറച്ച് വിക്കറ്റ് കാത്ത് കളിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയിലായിട്ടാണ് സമീപകാലത്ത് കളിക്കുന്നത്. വൈഭവ് ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നു, വിക്കറ്റ് കാത്ത് കളിക്കുന്ന ഒരു ശൈലിയിലോട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ അതല്ല ശരിക്കും മാത്രയുടെ ഒരു ശൈലി. വൈഭവിനെ പോലെ തന്നെ കടന്നാക്രമിച്ച് കളിക്കുന്നൊരു ബാറ്റിംഗ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെതുള്ളത്. വൈഭവ് ആക്രമിക്കുമ്പോൾ മാത്രമേ തൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിക്കറ്റ് കാത്ത് കളിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് പാളുന്നുണ്ട്. അതാണ് ഈ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ കാണുന്നത്. പ്രതീക്ഷിച്ച ഒരു പ്രകടനത്തിലേക്ക് എത്താനോ വലിയ സ്കോറിലേക്ക് എത്താനോ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ മാത്രമേ സാധിക്കുന്നില്ല. മാത്രയുടെ പ്രകടനം ഈ ഇത്തവണത്തെ ഏകദിന വേൾഡ് കപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മാത്ര വൈഭവ് കൂട്ടുകെട്ട് ഫ്ലോപ്പായി കഴിഞ്ഞാൽ ടീംസ് അടപടലെ പിന്നോട്ട് പോകുന്നൊരു അവസ്ഥ വരും. അത് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ആരോൺ ജോർജ്, മലയാളി താരം ആരോൺ ജോർജ് ആണ് ഇതുള്ളത്. പക്ഷേ ടോപ്പ് ഓർഡർ അനുസരിച്ചാണ് ആരോൺ ജോർജിൻ്റെ പ്രകടനം ഇതാകുന്നത്. മികച്ചൊരു അടിത്തറ ലഭിച്ചാൽ ആരോൺ ജോർജിനും മികവ് കാട്ടാൻ സാധിക്കും. ഇപ്പോൾ സമീപകാലത്തെ ആരോൺ ജോർജിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു അടിത്തറ, ഈ സമീപകാലത്തൊരു എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെതിരെയുള്ള ഒരു മത്സരം, ആ മത്സരത്തിൽ ഒരു ഇന്ത്യയുടെ അണ്ടർ-19 ടീം ടോപ്പ് ഓർഡർ വലിയ രീതിയിൽ ഒരു കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത്, മറ്റുള്ള താരങ്ങളെല്ലാവരും പരാജയപ്പെടുന്ന ഒരു സമയത്ത് സമ്മർദ്ദ ഘട്ടത്തിൽ ഒരു ടീമിന് വേണ്ടിയിട്ട് ഒരു നിർണായകമായിട്ടുള്ള ഒരു ഇന്നിങ്സ്, ഒരു 83 അടിച്ച ഒരു ഇന്നിങ്സ് ആരോൺ ജോർജ് കളിച്ചിരുന്നത്. അതുപോലെയുള്ള ഒരു അങ്ങനെ കളിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആരോൺ ജോർജ്, നമുക്കറിയാം മലയാളി എന്ന് പറയുന്ന ഒരു വികാരം കൂടിയുണ്ട്. ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ പോലും കോട്ടയത്തുള്ള നമ്മുടെ ഈ അങ്ങനത്തെ ഒരു ഫീല് ആരോണിന്റെ കാര്യത്തിൽ നമുക്ക് മലയാളികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആരോണിനെ കുറിച്ച് നമ്മൾ ഇന്നിങ്സ് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോണും വൈഭവും കൂടിയിട്ട് ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ച, എനിക്കൊന്ന് മാത്രമേ ടീമിലുണ്ടായി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആരോൺ ജോർജ് എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ജുവിന്റെ ഒരു ഇതായിട്ട് നമുക്കറിയാം. സഞ്ജു എന്ന് പറയുന്നതാണ് ഇപ്പൊ മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ ഒരു വലിയൊരു വികാരമായിട്ടുള്ള ഒരു താരമാണ്. അപ്പൊ ആരോണിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ താരങ്ങളെ സ്നേഹിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കല്, കരുൺ നായർ, അല്ലെങ്കിൽ റോബിൻ ഉത്തപ്പ, ഇങ്ങനെയൊക്കെയുള്ള പാതി മലയാളികളായ താരങ്ങളെ പോലും ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളൊക്കെ അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ആരാധകരാണ് നമ്മുടേത്. അപ്പൊ അങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ കൂടി കിട്ടിയിട്ടുള്ള ഒരു പുതിയൊരു താരം അല്ലെങ്കിൽ ഒരു താരോദയം തന്നെയല്ലേ ഈ ആരോൺ ജോർജ് എന്ന് പറയുന്ന ഒരു താരം? തീർച്ചയായിട്ടും. ഇപ്പം ആരോണിൻ്റെ അന്നത്തെ പ്രകടനം, പാകിസ്ഥാനെതിരായ ഒരു പ്രകടനം, അർദ്ധ സെഞ്ചുറി പ്രകടനം വളരെ നിർണായകമായിരുന്നു. അതോടെയാണ് ആരോൺ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം ആരോൺ അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളൊക്കെ നടത്തി. പക്ഷേ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇതേപോലെ പാകിസ്ഥാനെതിരെ ഒരു വൈഭവും മാത്രമേ ഫ്ലോപ്പായപ്പം ആരോണും അങ്ങനെ വലിയൊരു പ്രകടനം നടത്താൻ പറ്റിയില്ല. എങ്കിലും നിലവിൽ കേരള ക്രിക്കറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അടുത്ത ഒരു താരോദയം എന്ന നിലയിൽ തന്നെ നമുക്കിപ്പം നിലവിൽ ആരോണെ വിലയിരുത്തി പോകാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ട്. സഞ്ജു സാംസണിൻ്റെ പിൻഗാമി എന്ന നിലയിൽ നമ്മളിപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ വെല്ലുവിളിയല്ല അത്. കാരണം ഈ അണ്ടർ-19 ലോകകപ്പ് നേടിയെങ്കിൽ തന്നെയും എല്ലാവരും സക്സസ് ആയിട്ട് ഇല്ല. നമുക്ക് അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. പ്രധാനപ്പെട്ട പല താരങ്ങളും പിന്നീട് സംഭവിച്ചെന്താ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു മലയാളി താരം എന്ന നിലയിൽ ആരോണിന് വേൾഡ് ക്രിക്കറ്റിലേക്ക്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ ടീമിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ IPL ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. IPL തുടർ അവസരങ്ങൾ ലഭിക്കുകയും അതിലൊക്കെ മികവ് കാട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്നൊരു സഞ്ജു സാംസന്റെ ലെവൽ അല്ലെങ്കിൽ അടുത്തൊരു സൂപ്പർ താരം എന്ന കേരളത്തിൻ്റെ സൂപ്പർ താരം എന്ന രീതിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റിൽ മികച്ച താരങ്ങളുടെ അഭാവം ഉണ്ടായിട്ടില്ല. വിഷ്ണു വിനോദ് അടക്കം എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മുഹമ്മദ് അസ്റുദ്ദീൻ, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോകാത്തതിൻ്റെ കാരണം ഇത്തരങ്ങളൊരു സ്ഥിരമായിട്ട് അവസരം കിട്ടാത്തതും വലിയ പിന്തുണ ലഭിക്കാത്തതുമാണ്. അപ്പോൾ ആരോണിന് ഇനിയുള്ള പിന്തുണ ഈ അണ്ടർ-19 കഴിഞ്ഞ് ഉള്ളൊരു സമയമുണ്ടല്ലോ, ഈ ജൂനിയർ ക്രിക്കറ്റ് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ ആരോണിന് ലഭിക്കുന്ന അവസരങ്ങളും പിന്തുണയും എത്രത്തോളം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും താരത്തിൻ്റെ കരിയർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതിഭയുള്ള താരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ക്ലാസിക് ഷോട്ടുകളിലൂടെ റൺസ് വരുത്താൻ കഴിവുള്ള താരമാണ് താനെന്ന് ഇതിനോടകം യുവതാരം തെളിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഹൈദരാബാദ് ക്രിക്കറ്റിനകത്ത് ലീഡർഷിപ്പിലും ഒരു ഇത് തെളിയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതായത് ജൂനിയർ ലെവലിലൊക്കെ ആ രീതിയിൽ ലീഡർഷിപ്പിലും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് കൂടി തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ്. പക്ഷെ നമുക്കറിയാം ജൂനിയർ ക്രിക്കറ്റിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കറിയാം ഒരു എന്താണ് ഏതാണ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ പിന്നീട് അതെല്ലാം വലിയ രീതിയിലേക്കുള്ള ഒരു ഇത് ഒരു നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് IPL ഈ പറയുന്ന പോലത്തെ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ബാക്കിയുള്ള താരങ്ങളൊക്കെ നമ്മൾ പേര് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ വിഹാൻ മൽഹോത്ര, അഭിഗാൻ കുണ്ടു, ഇവരൊക്കെ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട്
ഇംഗ്ലണ്ടിനെതിരെയുള്ള യൂത്ത് ഏകദിന മത്സരങ്ങൾ, ഒരുപാട് മത്സരങ്ങളിൽ നമ്മൾ ഇവരിൽ പലരും കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ബോളർമാരുടെ കാര്യം പറയുകയാണെങ്കിലും ഏകദേശം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ട് താരങ്ങളെ സംബന്ധിച്ച്. ഈ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പല പേരുകളാണ്. ഇപ്പൊ ഹെനിൽ പട്ടേൽ, കിലൻ പട്ടേൽ, അതുപോലെ തന്നെ പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ദീപേഷ് ദേവേന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തില് ഈ അണ്ടർ-19 ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഫൈനലിൽ തോറ്റതാണ്. ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ നമ്മൾ തോറ്റാണ് 2024 നടന്ന, ദക്ഷിണാഫ്രിക്കയിലാണ് തോന്നുന്നത്, ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നത്. ഇത്തവണ നമീബിയയിലും സിംബാബ്വേയിലും വേണ്ടി മത്സരം നടക്കുന്ന സമയത്ത് നമുക്കറിയാം സ്കോട്ട്ലാൻഡിനെതിരെ ഒരു മികച്ച വിജയം വാമപ്പ് മാച്ചിൽ ഇന്ത്യ നേടിയിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ വാമപ്പ് മത്സരത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് മഴ ചരച്ചൊരു മത്സരമാണ്. എന്താണ് ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും പാകിസ്ഥാനെതിരെ നമ്മൾ ഏഷ്യ കപ്പ് പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? സമ്മർദ്ദം, വളരെയധികം പ്രഷർ സിറ്റുവേഷനിലുള്ള മത്സരങ്ങളിൽ കുറച്ച് പിന്നോക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഈ ടീം? സൈഫിന്റെ ആ വിലയിരുത്തൽ വളരെ കൃത്യമാണെന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ ജൂനിയർ ലെവലിൽ നോക്കുമ്പോൾ ബൗളേഴ്സിൽ കുറവൊന്നുമില്ല. ഈ പറയുന്ന പോലെ ദീപേഷ് ദേവേന്ദ്രൻ, ഹെനിൽ പട്ടേൽ, ആംബ്രിഷ്, കനിഷ്ക് ചൗഹാൻ തുടങ്ങി ഒരുപാട്. ഇപ്പോൾ അതിനകത്ത് മലയാളി താരമുണ്ട്, നമ്മുടെ മുഹമ്മദ് ഇനാൻ ഒക്കെ മലയാളി താരമാണ്, കൈക്കുട സ്പിന്നറാണ്, നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം വെച്ചാൽ പ്രധാന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു, അവസരത്തിനൊത്ത് മികവ് കാട്ടാൻ പറ്റുന്നില്ല. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായ വാമപ്പ് മാച്ചിൽ ഇന്ത്യ തോറ്റത് ഡെക്വർ ലൂയിസ് നിയമപ്രകാരമാണ് തോറ്റത്. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ആ മത്സരം ഇന്ത്യ തോൽക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. കാരണം ബോളർമാർ അത്രത്തോളം ഇതാവുകയും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരമായിരുന്നു അത്. നടന്നിരുന്നെങ്കിലും ഇന്ത്യ തോൽക്കാനായിരുന്നു സാധ്യത കൂടുതൽ. അത് പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ വേണ്ട ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ നിലവിലെ ഇന്ത്യൻ ബൗളർമാർക്ക് പ്രയാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് സമീപകാലത്ത്. ഇത് നമ്മൾ പറയുമ്പോഴേ വാമപ്പ് മാച്ച് ഇത്ര പ്രധാനപ്പെട്ടതാണോ എന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷേ നമ്മൾ സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരവും ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം നോക്കുമ്പോൾ ലോകകപ്പ് പോലുള്ള ഒരു വേദിയിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ടീം ഇതാണ്, ഇതേ ടീമിനെയാണ് അല്ലെങ്കിൽ ഇതേ നിലവാരമുള്ള ടീമുകളെയാണ് നമ്മൾ ലോകകപ്പിൽ നേരിടുന്നത്. കാരണം ഇന്ത്യൻ ടീമിൽ അതേ ടീം കളിക്കാരാണ് പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരും ഇന്ത്യൻ ടീമിൽ അന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് നിരയിലും ഉണ്ടായിരുന്നു. കാരണം ഈ മത്സരത്തിന് 2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും മികച്ച ടീമിനെ ഇവരുടെ ഏതാണോ പ്ലേയിങ് ഉദ്ദേശിക്കുന്നത് ആ 11 തന്നെയാണ് ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തോൽവിയെ ഗൗരവമായിട്ട് തന്നെ കാണണം. വാമപ്പ് എന്നതിലുപരിയായിട്ട് അതിനൊരു ഗൗരവ ഇതായിട്ട് തന്നെ കാണണം. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പ്രതിഭകളുടെ ധാരാളിത്തമാണ്, പ്രതിഭകളുടെ കുറവല്ല, ധാരാളിത്തമാണ്. പക്ഷേ ഇവരിൽ ആരൊക്കെ നിർണായക സമയങ്ങളിൽ തിളങ്ങും എന്നതാണ് കണ്ടറിയേണ്ടത്. ബൗളിങ്ങിനും ബാറ്റിങ്ങിനും പ്രശ്നങ്ങളില്ല. അപ്പോൾ വൈഭവും ഈ പറയുന്ന ആയുഷ് മാത്രയും ആരോൺ ജോർജും ഫോമായി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെട്ടു. പക്ഷേ ഇതേ ബാറ്റിംഗ് കരുത്ത് കാഴ്ചവെക്കാൻ ഇൻ കേസ് ഇവർ ഏതെങ്കിലും മത്സരത്തിലോ സാഹചര്യത്തിലോ ഫെയിൽ ആവുകയാണെങ്കിൽ വിഹാൻ മൽഹോത്രക്കും അതുപോലെ തന്നെ അഭിജ്ഞാൻ ഗുണ്ടൂരും എടുക്കേണ്ട പണി അവര് എടുക്കേണ്ടതുണ്ട്. അതും കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ 5 താരങ്ങളെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ബാറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഇത് പോകുന്നത്. കാരണം ബോളിംഗിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇടക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അതേസമയം ഇത് ചെയ്യും. പക്ഷെ ഞാനിപ്പോ പറയണ ഇപ്പൊ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയക്കെതിരെയൊക്കെ ഈ പറയുന്ന യൂത്ത് ഏകദിന പരമ്പരകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ലോകകപ്പ് പോലൊരു വേദിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പിന്നോക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പൊ ഏഷ്യ കപ്പിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യ മത്സരങ്ങളിലൊക്കെ വളരെ നമ്മൾ പറയില്ല, ഈ കുഞ്ഞെതിരാളികൾക്കെതിരെ വൈഭവിന്റെ വെടിക്കെട്ടായിരുന്നു. അമ്മാതിരി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പാകിസ്ഥാനെ പോലുള്ള ഒരു ടീമിനെതിരെ നമ്മൾ ഫൈനലിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു തെറ്റ് ഈ ലോകകപ്പില് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ സമ്മർദ്ദങ്ങൾ അതിജയിക്കാൻ ഈ ടീമിന് സാധിക്കണം. കാരണം ഓരോ മത്സരത്തിന്റെ നമുക്ക് ഗ്രൂപ്പ് മത്സരങ്ങൾ പോലെയല്ല, ഓരോ ഘട്ടം കടന്നു പോകും തോറും ഈ മത്സരങ്ങൾ ടൈറ്റായി വരും, സമ്മർദ്ദം കൂടി വരും. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു നല്ല ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടീം എന്ന് പറയുന്നത് വൈഭവ് ആണെങ്കിലും ആയുഷ് ആണെങ്കിലും ഒക്കെ പരിചയ സമ്പത്തുള്ള പ്രതിഭകളാണ്. അവർക്ക് അനുഭവ സമ്പത്ത് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും യുവതാരങ്ങളുടെ അനുഭവ സമ്പത്ത് എങ്ങനെ 14-17 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് ആളുകൾ ചോദിക്കും. പക്ഷെ
IPL കളിച്ച താരങ്ങളാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം കളിച്ച താരമാണ് ആയുഷ് മാത്ര. അതുപോലെ തന്നെയാണ് വൈഭവ് രാജസ്ഥാൻ റോയൽസിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്ഥാനാണ്. ഇഷാന്ത് ശർമ്മേനെ മറ്റേ അതെ അതെ ശാർദുൽ ഠാക്കൂർ അടക്കം സിക്സറുകൾ പുറത്തിയ. അതെ, അത് മാത്രമല്ല വൈഭവ് വന്നപ്പോ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ലോട്ടാണ് പോയതെന്ന് കൂടി എടുത്ത് പറയണം. അത് വിട്ടുകൊടുത്താണെങ്കിൽ കൂടി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ കൂടി. അപ്പൊ ഒരു നല്ലൊരു ടീമുണ്ട് ഇന്ത്യക്ക്. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ വൈഭവിനെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ നിർണായകമായ മത്സരങ്ങളിൽ നിർണായകമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മാത്രയുടെ സ്ഥിരത നമുക്കൊരു തലവേദന തന്നെയാണ്. പിന്നെ ഉള്ളത് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്ത്യ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയോട് തോറ്റ് നഷ്ടപ്പെട്ട ആ ഒരു ട്രോഫി ഇത്തവണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.